ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ താരമായി ഉയർന്നു വരാൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ആം ആദ്മിക്കും വലിയ തിരിച്ചടിയാണ് ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 7 സീറ്റുണ്ടായിരുന്ന 7-ൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ, അതായത് മുൻ MLA-മാരും നേതാക്കന്മാരും പാർട്ടി അണികളും കൂട്ടത്തോടെ BJP-യിൽ ചേരുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്ന മുൻ ക്യാബിനറ്റ് മന്ത്രിയും MLA-യുമായ രാജ്കുമാർ ആനന്ദ്, കർത്തർ സിംഗ് തൻവാൻ, വീണ ആനന്ദ തുടങ്ങിയവർ, ഒപ്പം തന്നെ വിവിധ നേതാക്കൾ, ഇവരുടെ കൂടെ അനവധി അണികളും ഇപ്പോൾ BJP-യിലേക്ക് ചേർന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകൾ ദില്ലിയിലില്ല. ഇവിടെയാണ് ആം ആദ്മി പാർട്ടി അടപടലം പൊളിയുന്നൊരു കാഴ്ച. മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൽ കുറച്ച് നേതാക്കളും മറ്റുമൊക്കെ കോൺഗ്രസിലും ചേർന്നു. അത് കോൺഗ്രസും BJP-യും ഈ ആം ആദ്മി പാർട്ടിയെ പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് ദില്ലിയിൽ കാണാൻ കഴിയുന്നത്. സമാനമായ ഒരു രീതിയായിരുന്നു തെലങ്കാനയിൽ നമ്മൾ കണ്ടത്. BRS എന്ന പാർട്ടിയെ പങ്കിട്ടെടുക്കുകയാണ് അവിടെ BJP-യും കോൺഗ്രസും. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.